നമസ്തേ. ദശകം 27 ക്ഷീരാബ്ധി മഥനവും കൂർമാവതാരവും വായിച്ചു. ശ്ലോകം 1. ദുർവാസാസുരവനിദാത്തെ ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയഃ നാഗേന്ദ്രപ്രതിമൃതിദേശശാപശക്രം കാക്ഷാന്തിസ്തുതിതരദേവതാംശജാനാം. പാലാഴി മഥനം അതാണ് ഇതിൻ്റെ വിഷയം. ഒന്നാമത്തെ ശ്ലോകത്തിൽ ദുർവാസാഹ സുര വനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയം ഉപദായ. ദുർവാസാവ് മഹർഷിക്ക് ഒരു ദേവവനിതയിൽ നിന്ന് കിട്ടിയ മനോഹരമായ മാല ദേവേന്ദ്രന് അദ്ദേഹം തന്നെ നേരിട്ട് സമ്മാനിച്ചു. തത്ര ഭൂയഃ നാഗേന്ദ്ര പ്രതിമൃതിതേ ശക്രം ശശാപ. അത് ഐരാവതം എന്ന ആന നശിപ്പിച്ചപ്പോൾ ദേവേന്ദ്രനെ മഹർഷി ശപിച്ചു. ത്വതിതര ദേവതാംശജാനാം കാ ക്ഷാന്തി. അങ്ങൊഴികെ മറ്റുള്ള ദേവന്മാരുടെ അംശം ജനിച്ചവർക്ക് എങ്ങനെയാണ് ക്ഷമയുണ്ടാവുക? ആ ശാപം പെട്ടെന്ന് കൊടുത്തപ്പോൾ മഹർഷി വാസ്തവത്തിൽ ക്ഷമ കൂടുതൽ പാലിക്കേണ്ട ആളല്ലേ എന്നൊരു സംശയത്തോടു കൂടിയാണ് ഒന്നാമത്തെ ശ്ലോകം അവസാനിപ്പിച്ചത്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അവിചാരിതമായി ചില വിഷമങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ എവിടെ നിന്ന് അതൊന്നും നമുക്ക് നിശ്ചയമില്ലാതെ അർത്ഥം. ഇപ്പോൾ ദുർവാസസ് മഹർഷി അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ദേവസ്ത്രീ അദ്ദേഹത്തിന് പ്രണമിച്ചു. എന്നിട്ട് ഒരു നല്ല ഒരു മാല, ഏറ്റവും എന്താ പറയുക, ഗന്ധം പരത്തുന്ന ഒരു മാല ഈ ദുർവാസസ് മഹർഷിക്ക് സമർപ്പിച്ചു. അവർ കടന്നുപോയി. ഈ മാല കണ്ടപ്പോൾ മഹർഷി ചിന്തിച്ചു, എനിക്കിപ്പോൾ ഈ മാല കൊണ്ട് എന്താ പ്രയോജനം? ഞാനൊരു മഹർഷിയാണ്, ഇത് അണിയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുമ്പോഴാണ് ദേവേന്ദ്രൻ ആനപ്പുറത്ത് കയറി വരുന്ന കാഴ്ച കാണുന്നത്. ദേവലോകത്ത് വെച്ച് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ദേവേന്ദ്രൻ നോക്കിയപ്പോൾ ദേവേന്ദ്രൻ്റെ ധാരാളം തലമുടിയുള്ള ആളാണ്, പ്രത്യേകിച്ച് കുടുമയുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലും പുരുഷന്മാർക്ക് കുടുമയുണ്ടായിരുന്നു. കുടുമയുള്ള പുരുഷനെയാണ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേവന്മാരിലും അതുപോലെ തന്നെ കുടുമ കെട്ടിയിരുന്നു എന്നുള്ളത് നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ദേവേന്ദ്രന് ചേരുന്നതാണ്. അതുകൊണ്ട് ഈ മാല അദ്ദേഹത്തിന് സമർപ്പിക്കാമെന്ന് വിചാരിച്ച് ദുർവാസസ് മുമ്പിലേക്ക് ചെന്നു. ദേവേന്ദ്രൻ വളരെ ഭക്തിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഈ ഒരു മാല കൊടുത്തു. അത് വളരെ ഭക്തിയോടുകൂടി അദ്ദേഹം സ്വീകരിച്ചു. അപ്പോൾ ആനപ്പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് മഹർഷി തന്ന മാലയാണല്ലോ, അത് വളരെ ആദരപൂർവ്വം നമ്മളത് സ്വീകരിച്ചു. അപ്പോൾ അതിനർഹമായ സ്ഥാനത്ത് തന്നെ അത് അണിയണം എന്നങ്ങോട്ട് തീരുമാനിക്കുകയാണ്. തൻ്റെ കുടുമയിൽ തന്നെ അത് ചൂടണം എന്നങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ ആ മാല ആനയുടെ മസ്തകത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് കുടുമ അഴിച്ചു. എന്നിട്ടത് വേർപെടുത്തി വീണ്ടും നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടി. എന്നിട്ട് ഈ മാല എടുത്ത് ധരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അതിനുള്ള പ്രാരംഭ നടപടികളിലേക്ക് പ്രവേശിച്ചു. പക്ഷേ ഈ മാലയിൽ നിന്നുണ്ടാവുന്ന വളരെ ദൂരം വരെ വ്യാപിക്കുന്ന ഗന്ധം പല വണ്ടുകളെയും അവിടെ ആകർഷിച്ചു എന്നാണ്. വണ്ടുകളിങ്ങനെ പറന്നു വന്ന് തലങ്ങും വിലങ്ങും ആനയുടെ കണ്ണിലും ചെവിയിലും ഒക്കെ ആയിട്ടിങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അപ്പോൾ ആനയ്ക്കത് വല്ലാതെ അസ്വസ്ഥത ഉണ്ടായി. ദേഷ്യം വന്നു ആനയ്ക്ക്. തുമ്പിക്കൈ കൊണ്ട് എന്തോ ഒന്ന് എൻ്റെ തലയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്, അതാണ് ഈ ഉപദ്രവം ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് ആന ആ തുമ്പിക്കൈ കൊണ്ട് അത് അങ്ങനെ തന്നെ എടുത്ത് നിലത്തിട്ട് നന്നായിട്ടൊന്ന് ചവിട്ടി അരച്ച് അതിൻ്റെ ഗന്ധം വരെ കാണും. അപ്പോൾ ഈ മാല കൊടുത്തെങ്കിലും മാല കെട്ടിയിട്ടൊന്ന് കാണണമെന്ന് വിചാരിച്ച് ദുർവാസസ് മഹർഷി അകലെ കാത്തു നിൽക്കുമായിരുന്നു. അപ്പം അദ്ദേഹം കാണുന്നത് അകലെ നിന്ന് നോക്കുമ്പോൾ കണ്ടത് താൻ കൊടുത്ത മാല ആന ചവിട്ടി അരയ്ക്കുന്നത്.
അപ്പം അദ്ദേഹം മനസ്സിലാക്കി ദേവേന്ദ്രൻ എന്നെ അവഹേളിക്കുകയാണ് ചെയ്തത്, എന്നെ അപമാനിക്കുകയാണ് ചെയ്തത്. അതാണല്ലോ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണല്ലോ ആനയ്ക്ക് കൽപ്പന കൊടുത്തു. അങ്ങനെ ആനത് തുമ്പിക്കൈയുടെ ചവിട്ടി അരയ്ക്കാറ്. അപ്പോൾ ആ ദേഷ്യത്തിൽ ദുർവാസന് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരാണ് മഹർഷിയാണ്. അദ്ദേഹം ശപിച്ചു, താനടക്കമുള്ള ദേവന്മാർക്ക് മുഴുവനും ജരാനര ബാധിക്കട്ടെ, വാർദ്ധക്യം ബാധിക്കട്ടെ. അപ്പോൾ ദേവന്മാർക്ക് വാർദ്ധക്യമില്ല, അവരെപ്പോഴും നിത്യഹരിതമായ അവസ്ഥയിലാണ്, നിത്യയൗവനമാണ് അവർ. പക്ഷേ ഈ ശാപത്തോടുകൂടി വാർദ്ധക്യം എന്ന അവസ്ഥയെ അവർക്ക് പ്രാപിക്കേണ്ടി വന്നു. ദേവേന്ദ്രൻ ഉടനെ ചാടി ഇറങ്ങി ആനപ്പുറത്ത് നിന്ന്, എന്നിട്ട് എന്താ അങ്ങനെ ശപിച്ചത്? അങ്ങനെക്ക് നൽകിയ മാല ഉചിതമായ സ്ഥാനത്ത് അലങ്കരിക്കാനായിട്ട് ഞാൻ തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ മണം അറിഞ്ഞു വന്ന വണ്ടുകൾ ശല്യമുണ്ടാക്കി ആനയെ. ആ ആനയ്ക്ക് പെട്ടെന്ന് അതിന് ദേഷ്യം വന്ന് തുമ്പിക്കൈകൊണ്ട് എടുത്ത് ചവിട്ടി അരച്ച, അല്ലെങ്കിൽ എനിക്കിതിലൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ദുർവാസസ് ഞാൻ പെട്ടെന്ന് എടുത്തു ചാടി ശാപം കൊടുത്തു. സാരമില്ല, പാലാഴി മഥനം നടത്തിക്കോളും, അതിൽ നിന്ന് അമൃതം വരും. ഈ അമൃതം ഭക്ഷിച്ചാൽ നിങ്ങളെല്ലാവരും പഴയ രീതിയിൽ യുവാക്കളായിട്ട് മാറും. അങ്ങനെ ശാപമോക്ഷം കൊടുത്തു എന്നുള്ളതാണ് ആദ്യത്തെ ആ ഒരു ശ്ലോകത്തിനുണ്ടാവും. അടുത്ത വായിച്ചു. ശ്ലോകം 2. ശാപേന പ്രതിദചരേത നിർജരേന്ദ്രേ ദേവേഷുപ്യസുരജിതേഷു നിഷ്പ്രഭേഷു സർവാദ്യ കമലജമേത്യ സർവദേവ നിർവാണപ്രഭവ സമം ഭവന്തമാഭൂ. അത് നിർജരേന്ദ്ര ശാപേന പ്രതിജരേ. പിന്നീട് ദേവേന്ദ്രൻ ശാപം മൂലം ജരാനര ബാധിച്ചവനും ദേവേഷു അസുരജിതേഷു നിഷ്പ്രഭേഷു അസുരന്മാരാൽ യുദ്ധത്തിൽ തോറ്റ് കീർത്തി നഷ്ടപ്പെട്ടവനായി തീർന്നു. സർവാദ്യ സർവദേവാഹ കമലജം ഏത്യ. ശിവൻ മുതലായ ദേവന്മാർ ബ്രഹ്മാവിൻ്റെ സമീപത്ത് ചെന്ന് സമം നിർവാണപ്രഭവ ഭവന്തമാവും. ബ്രഹ്മാവിനോടൊപ്പം എല്ലാവരും ഒന്നിച്ചു ചേർന്ന് മോക്ഷത്തിൻ്റെ ഉദ്ഭവസ്ഥാനമായ ഭഗവാനെ ശരണം പ്രാപിച്ചു, ഗുരുവായൂരപ്പനെ ശരണം പ്രാപിച്ചു എന്നാണ്. അപ്പോൾ ഇവരൊക്കെ വാർദ്ധക്യം ബാധിച്ചതോടുകൂടി ആ ശാരീരികമായ ക്ഷമത നശിച്ചു, ആരോഗ്യമില്ലാതായല്ലോ. അപ്പോഴാണ് അസുരന്മാർ ആക്രമിച്ചു എന്നാണ് പറയുക ദേവന്മാർ. അപ്പോൾ അസുരന്മാർക്ക് ഒരു എന്താ പറയുക, എപ്പോഴും പരാജയമാണ് ദേവന്മാരിൽ നിന്ന് ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വാർദ്ധക്യം ബാധിച്ചുകൊണ്ട് അവർക്കുള്ള കഴിവ് തീരെ ഇല്ലാതായി. ഈ സന്ദർഭം ശരിക്കും മുതലെടുത്തു അസുരന്മാർ. അങ്ങനെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി അങ്ങനെ എവിടെയോ ഒളിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ദേവന്മാർക്കുണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവേന്ദ്രനും ദേവന്മാരും എല്ലാവരും കൂടി നേരെ പരമശിവൻ്റെയും ബ്രഹ്മാവിൻ്റെയും അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണം, ഈ വാർദ്ധക്യത്തിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ അവർക്കും തോന്നി ഒരു വിഷമം. ഇതിന് നമുക്ക് ചെയ്യാനുള്ളത് സാക്ഷാൽ മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിക്കുക നിവൃത്തിയുള്ളൂ. അദ്ദേഹമാണ് എല്ലാറ്റിൻ്റെയും മോക്ഷത്തിൻ്റെ കാരണം എന്ന് നമുക്കറിയുന്നൊരു കാര്യമാണ്. നിർവാണപ്രഭവം എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നിർവ്വാണം കൊടുക്കാൻ കഴിവ് ഒരേ ഒരാൾക്കേ ഉള്ളത്, മഹാവിഷ്ണുവാണ്. അവിടെ പോയി നമുക്ക് സങ്കടം ബോധിപ്പിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പാലാഴിയിലേക്ക് പോകുക. അടുത്ത ശ്ലോകം 3. ബ്രഹ്മാദേ സ്തുതമഹിമാചിരം തദാനീം പ്രാദുഷൻ വരദപുരപരേണ ദാംന ഹേ ദേവാദിദിജകുലേ വിധായ സന്ധിം പീയൂഷം പരിമദധേതി പര്യശാസ്ത്വം. വരദ ബ്രഹ്മാദ്യൈ ചിരം സ്തുതമഹിമ ത്വം. ഭക്തന്മാർക്ക് അഭിഷ്ടത്തെ വരമായി നൽകുന്ന ഗുരുവായൂരപ്പ, ബ്രഹ്മാദികൾ അങ്ങയുടെ മഹാത്മ്യത്തെപ്പറ്റി ദീർഘനേരം സ്തുതിച്ചു. തദാനീം പുരാ പരേണ ധാംന പ്രാദർശൻ. അപ്പോൾ അവരുടെ മുമ്പിൽ വർദ്ധിച്ച തേജസ്സോടെ പ്രത്യക്ഷപ്പെട്ട് ദേവ ദിദിജകുലൈ സന്ധിം വിധായ പീയൂഷം പരിമഥത ഇതി പര്യശാഹ. ദേവന്മാരോട് നിങ്ങൾ അസുരന്മാരുമായി സന്ധിയിലേർപ്പെട്ട് അമൃത് കടഞ്ഞെടുക്കുക എന്ന് ഉപദേശം നൽകി. അപ്പോൾ ശിവൻ ദേവന്മാരൊക്കെ പോയി ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭഗവാൻ ആ യോഗനിദ്രയിലായിരിക്കുമല്ലോ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഭഗവാൻ ഉണർത്താനായിട്ട് സ്തുതി ചൊല്ലി എന്നാണ് പറയുന്നത്. ആ സ്തുതി കേട്ട് സന്തോഷത്തോടുകൂടി മഹാവിഷ്ണു
അവിടെ പൂർണ്ണ തേജസ്സോടുകൂടി അവരെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവരുടെ പരാതികൾ മുഴുവനും ശ്രദ്ധിച്ചു. ഇവിടെ പരാജിതരായിട്ടിരിക്കുകയാണ് ദേവന്മാർ. അസുരന്മാരാണെങ്കിൽ ലോകം മുഴുവനും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർ നടക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഇപ്പോൾ നിങ്ങളുടെ സമയവും ഇതൊക്കെ നന്നല്ല, തൽക്കാലം അസുരന്മാരുമായിട്ടൊരു സന്ധിയിലേർപ്പെടുക, എന്നാൽ കുറച്ചു കാലം സമാധാനമായിട്ട് കഴിയാം. എടുത്തിയൽജെത്തി മക്കൾ, അവരെ പിതാവ്, അങ്ങനെയൊക്കെയാണ് അവരെ ബന്ധം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷമങ്ങൾ നിങ്ങൾ പോയി അവരോട് പറയുമ്പോൾ അവർക്ക് നിങ്ങളോടൊരു ദയ തോന്നാതിരിക്കില്ല. അതുകൊണ്ട് സന്ധിയിലേർപ്പെടുക എന്ന് പറഞ്ഞു. അതിനുശേഷം പാലാഴി, ആ സന്ധി സമയത്ത് പിന്നെ യുദ്ധം ഉണ്ടാവില്ലല്ലോ, ആ സന്ദർഭം ശരിക്കും നമ്മൾ മുതലെടുക്കണം. ഈ പാലാഴിയിൽ അമൃത് കടഞ്ഞ് പിന്നീട് എന്താണോ ആ ശാപമോക്ഷത്തിൽ പറഞ്ഞ് അതുപോലെ ചെയ്താൽ മതി എന്ന് മഹാവിഷ്ണു ഉപദേശിച്ചു. അടുത്ത് ശ്ലോകം 4. സന്താനം കൃതവതി ദാനവൈസുരോഗേ മന്ധാനം നയതി മദേന മന്ദരാർദ്രേം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഗഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയോദൗ. സുരൗഖേ ദാനവൈ സന്ധാനം കൃതവതി. ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്തതിന് ശേഷം മന്ധാനാം മന്ദരാദ്രിയും മതേന നയതി, കടയാൻ കടകോളായി തിരഞ്ഞെടുത്ത മന്ദരപർവ്വതത്തെ അഹങ്കാരത്തോടെ പൊക്കിയെടുത്തു കൊണ്ടുപോകുമ്പോൾ അസ്മിൻ ഭ്രഷ്ടേ സദ്യ ത്വം ബദരം ഇവ ഖഗേന്ദ്ര ഉദ്വഹൻ പയോധൗ വിരിഹിതവാൻ. ഭഗവാനെ അങ്ങ് ബദരിപ്പഴത്തെ പോലെ മന്ദരപർവ്വതത്തെ ഗരുഡൻ്റെ പുറത്ത് വെച്ച് പാൽക്കടലിൽ കൊണ്ടുപോയി വെച്ചു. ഇവിടെ ഭഗവാന്റെ ഉപദേശമനുസരിച്ച് അസുരന്മാരുമായി സന്ധി ചെയ്തു ദേവന്മാർ. അങ്ങനെ ഒരു സമാധാനമായൊരു അന്തരീക്ഷം അവർ സൃഷ്ടിച്ചു. എന്നിട്ട് പാലാഴിയാണല്ലോ കടയേണ്ടത്. അപ്പോൾ കടയണമെന്നുണ്ടെങ്കിൽ അതിനൊരു കടകോല് വേണം, വളരെ വലുതും വിസ്താരവുമുള്ള ഒരു കടകോല് വേണം. അത് മന്ദരപർവ്വതമാണ് അതിനനുയോജ്യമായത് എന്ന് തീരുമാനിച്ച് ആ മന്ദരപർവ്വതത്തെ പൊക്കിയെടുത്തുകൊണ്ട് വരാൻ വേണ്ടി ദേവന്മാർ ചെന്നു. പക്ഷെ ദേവന്മാർ ഓർത്തില്ല, പഴയ യുവാക്കളല്ല, ഞങ്ങൾ വൃദ്ധന്മാരാണ്, ചിന്തിച്ചില്ല. അവരിതെടുത്ത് അങ്ങനെ കുറച്ച് പൊക്കിയ സമയത്തും പർവ്വതങ്ങൾ താഴെ വീണു എന്നാണ് പറയുന്നത്. വൃദ്ധന്മാരായല്ലോ. അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഭഗവാൻ അവരെ സഹായിക്കുകയാണ്. ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മന്ദരപർവ്വതത്തെ ചെറിയ ബദരിപ്പഴത്തെ എന്ന പോലെ, ഒരു പഴമാണ്, ആ പഴത്തെ പോലെ എടുത്ത് ഗരുഡൻ്റെ പുറത്ത് വെച്ച് പാൽക്കടലിൽ കൊണ്ടുപോയി വെച്ചു. ഈ ബദരം എന്ന് പറയുന്നൊരു മുൾമരാണ്. അതിലുള്ള പഴത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇലന്ത എന്നും പറയുന്നത്, ഇലന്തപ്പഴം. അത് ഇംഗ്ലീഷിൽ സിസിഫസ് ജുജുബ എന്നാണ് അതിൻ്റെ പേര്. അതാണ് ഇവിടെ ഈ ബദരം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ ഭഗവാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ചെറിയൊരു പഴത്തെ പോലെ ഈ മഹാപർവ്വതത്തെ എടുത്ത് ഗരുഡൻ്റെ പുറത്ത് വെച്ചു. ഗരുഡൻ അത് സുഖമായിട്ട് അവിടെ എവിടെയാണോ ഈ മഥനം നടത്താൻ അവിടെ കൊണ്ടുപോയി വെച്ചു എന്നാണ് പറയുന്നത്. അടുത്തത് ശ്ലോകം 5. ആദായ ദ്രുതമദ വാസുകിം വരത്രാം പാദോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മദനവിദോ സുരാസുരൈസ്തൈർ വ്യാജാത്വം ഭുജകമുഖേ കരോസുരാരീൻ. അതാതൈ സുരാസുരി ദ്രുതം വാസുകിയും വരത്രാം ആദായ. തുടർന്ന് ദേവാസുരന്മാർ വേഗത്തിൽ വാസുകി എന്ന സർപ്പത്തെ കയറാക്കി വിനിഹിത സർവബീജജാലേ പാധതോ മഥനാവിധോ പ്രാരബ്ധേ സർവ ഔഷധബീജങ്ങളും നിക്ഷേപിച്ചിട്ടുള്ള പാൽക്കടലിനെ കടയുവാൻ തുടങ്ങിയപ്പോൾ ത്വം വ്യാജാത് സുരാരിൻ ഭുജകമുഖേ അകരോ, അങ്ങ് മായാപ്രയോഗത്താൽ അസുരന്മാരെ വാസുകിയുടെ തലഭാഗം പിടിക്കുവാനുള്ള അവസ്ഥയിലാക്കി. അപ്പോൾ ഇവിടെ പാല് കടയുന്നത് പോലെയാണ് പാലാഴി കടഞ്ഞ് അമൃതം എടുക്കേണ്ടത്. അപ്പോൾ അതിനിവിടെ കടകോലെത്തി, മന്ദരപർവ്വതം കടകോലായി. ഇനിയിപ്പോൾ അതിനൊരു കയറ് വേണമല്ലോ. കയറ്
കടകോലിന് കെട്ടണം, ചുറ്റിയിട്ട് കെട്ടണം, എന്നിട്ടാണ് വലിക്കേണ്ടത് 2 ഭാഗം. അപ്പോൾ മന്ദനപർവ്വതത്തിന് ചുറ്റാനായിട്ട് പറ്റിയ കയർ ഏതാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് വാസുകി എന്ന വളരെ നീളമുള്ള സർപ്പത്തിനെ കൊണ്ടേ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ആ വാസുകിയുടെ സഹായം തേടി, വാസുകിയെ വാസ്തവത്തിൽ പിന്നെ പരമശിവൻ്റെ സഹായത്തോടു കൂടി എത്തിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അവരത്രയും നീളമാണ്. ഗരുഡൻ അത് മെല്ലെ തൻ്റെ കാലിൽ ഒതുക്കിയിട്ടെടുക്കാൻ നോക്കിയപ്പോൾ പിന്നെയും നിലത്തിങ്ങനെ എഴയാണ്. തൊട്ട് ഗരുഡന് പറ്റുന്നില്ല. അപ്പോഴാണ് പരമശിവൻ്റെ അടുത്തേക്ക് പോയി. പരമശിവൻ ഉടനെ തൻ്റെ ഈ ചെറുവിരലിലേക്ക് ചുറ്റി എന്നാണ് പറയുന്നത് വാസുകി. അങ്ങനെ അവിടെ ആ വാസുകിയെ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു തർക്കമുണ്ടായി. കാരണം 2 ഭാഗത്ത് നിന്നും ഈ കയറ് കെട്ടി, കയറിൻ്റെ ഒരറ്റത്ത് ഒരു വിഭാഗം, മറ്റേ അറ്റത്ത് മറ്റേ വിഭാഗം, അതായത് ഒരു ഭാഗത്ത് ദേവന്മാരും മറുഭാഗത്ത് അസുരന്മാരും പിടിക്കണം. അപ്പോൾ ഇവിടെ പാമ്പാണല്ലോ ഇപ്പോൾ കയറായിരുന്നു. അപ്പോൾ പാമ്പിൻ്റെ തലഭാഗം ഒരാൾ പിടിക്കുക, വാലുഭാഗം ഒരാൾ പിടിക്കുക. അപ്പോൾ ദേവന്മാർ പറഞ്ഞു ഞങ്ങൾ തലഭാഗം പിടിക്കാം, അസുരന്മാരോട് പറഞ്ഞു വാലുഭാഗം പിടിക്കും. പക്ഷെ അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ വാല്, ഞങ്ങൾ തല പിടിച്ചാൽ പോവില്ലേ, നിങ്ങളുടെ അഹങ്കാരം എപ്പോഴും പോയിട്ടില്ല, പാവങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൂടെ നിൽക്കുന്നത്, ഞങ്ങൾക്ക് തലഭാഗം തന്നെ വേണം എന്ന് ശക്തമായിട്ട് അസുരന്മാർ പറഞ്ഞു. അപ്പോൾ ഉടനെ ഭഗവാൻ ഇടപെട്ടു. സാരമില്ല, ദേവന്മാരോട് നിങ്ങളുടെ ആവശ്യമാണ്, എത്ര വിട്ടുവീഴ്ച വേണമെങ്കിലും ചെയ്യണം, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി വാലുഭാഗം പിടിച്ചോളൂ, അവർ തലഭാഗം പിടിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അത് ആ പ്രശ്നം പരിഹരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഭഗവാൻ ആ തീരുമാനം വാലുഭാഗം പിടിക്കാൻ ദേവന്മാരോട് പറഞ്ഞതും അതനുസരിച്ച് ദേവന്മാർ വാൽഭാഗം പിടിക്കുകയും മറ്റൊരു തലഭാഗം പിടിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ കാര്യങ്ങൾ പിന്നീട് അതിൽ വിസ്തരിക്കുന്നുണ്ട്. അതായത് കുറേ കഴിഞ്ഞപ്പോൾ ഈ കടകോലിൽ ചുറ്റിയിരിക്കാനുള്ള വാസുകി ആകെ വിഷമിച്ചു, ശാരീരികമായ വിഷമങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ശക്തമായിട്ട് ഇങ്ങനെ കടയുന്ന സമയം അപ്പോൾ അങ്ങോട്ട് ഛർദ്ദിച്ചു എന്നാണ്. വാസുകി സർപ്പമാണ്. ഛർദ്ദിച്ചപ്പോൾ തലഭാഗം പിടിച്ചവരെയാണ് ബാധിച്ചത്. തലഭാഗം വേണമെന്ന് ശഠിച്ച അസുരന്മാരാണ് ഇപ്പോൾ തലഭാഗം, അവർക്ക് വളരെയധികം നാശനഷ്ടമുണ്ടാക്കി എന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത്. അങ്ങ് മുൻകൂട്ടി അറിഞ്ഞിട്ടല്ലേ ഇടപെട്ടതും ദേവന്മാരെ സുരക്ഷിതരാക്കാൻ വേണ്ടി തലഭാഗം പിടിക്കാൻ പറഞ്ഞത് എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുകയും അങ്ങനെ ആ ഒരു ശ്ലോകം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യും. നമസ്തേ.